ഓക്കെ, സോ വെൽക്കം ടു അവർ റൈസ് അപ്പ് മെന്റർഷിപ്പ് പ്രോഗ്രാം. അപ്പൊ നമ്മളുടെ ഒരു 1 ഇയർ പ്രോഗ്രാമിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ഈ വീക്കിൽ തൊട്ട് നമ്മൾ 2026 UPSCക്ക് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ ആകുമ്പോഴേക്കും, ബൈ ദ ടൈം ഓഫ് 2025 ഡിസംബർ വി വോണ്ട് ടു ബി കംപ്ലീറ്റ്ലി മെയിൻസ് റെഡി. നമുക്ക് 2025 ഡിസംബർ ആകുമ്പോഴേക്കും മെയിൻസ് റെഡി, നമുക്ക് കംപ്ലീറ്റ്ലി മെയിൻസ് റെഡി ആയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 2025 ഡിസംബർ ആകുമ്പോഴേക്കും മെയിൻസ് റെഡി ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വി ഹാവ് സം ടൈം. നമുക്ക് ഓൾമോസ്റ്റ് 6 months അടുത്തുണ്ട്. ആ 6 months ടൈം നമുക്ക് കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈക്ക് 2025 ഡിസംബർ ആകുമ്പോഴേക്കും മെയിൻസ് റെഡി ആവാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഓരോ ടോപ്പിക്സിനും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ടൈം നമ്മൾ അതിന് അലോക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. ആൻഡ് ഈ പ്രിപ്പറേഷൻ ഈ ടൈമിനുള്ളിൽ തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ലിമിറ്റ് ചെയ്താലും കൂടിയേ പറ്റുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് അറിവ് നേടുക എന്നുള്ളതല്ല. എക്സാം സ്പെസിഫിക് ആയ കാര്യങ്ങൾ പഠിച്ച് എക്സാം സെൻട്രിക് ആയ ടോപ്പിക്സ് മാത്രം പിക്ക് ചെയ്ത് പഠിച്ച് അതിന് വേണ്ട എക്സാമ്പിൾസ് എല്ലാം എഴുതിക്കൊണ്ട് അത് റിവൈസ് ചെയ്തുകൊണ്ട് നല്ല ആൻസേഴ്സ് എഴുതുകയും മെയിൻസിൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. സോ സിൻസ് ഇറ്റ്സ് അവർ ഫസ്റ്റ് ഡേ, ഞാൻ നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പെട്ടെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പലർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്തൊക്കെയാണ് പ്രോഗ്രാമിൽ വരുന്ന കാര്യങ്ങൾ എന്ന്. അപ്പൊ അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത ശേഷം വിൽ ഗോ സ്റ്റാർട്ട് വിത്ത് ദി ഇന്ത്യൻ സൊസൈറ്റി സിലബസ് മാപ്പിംഗ്. ഓക്കെ, നിങ്ങൾക്ക് അത് മാത്രമല്ല, പ്രോഗ്രാം കേട്ട ശേഷം നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. സോ വിൽ സി വാട്ട് ഈസ് ആക്ച്വലി റൈസ് അപ്പ് മെന്റർഷിപ്പ് പ്രോഗ്രാം. സോ റൈസ് അപ്പ് മെന്റർഷിപ്പ് പ്രോഗ്രാം ബേസിക്കലി നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണം ചിന്തിക്കുവാൻ കാരണം തന്നെ ഒരുപാട് ആസ്പിരൻസ് ലൈക്ക് ദേ സ്പെൻഡ് ലോട്ട് ഓഫ് മണി, ദേ സ്പെൻഡ് ദെയർ ടൈം ആൻഡ് അവരൊരു PCM കോഴ്സ് എടുക്കുന്നു. ആൻഡ് ഫ്രം ദാറ്റ് PCM കോഴ്സ് ദേ ഗെറ്റ് സം കണ്ടന്റ്. ഓക്കെ, അവർക്ക് അത്യാവശ്യം കുറച്ച് കണ്ടന്റ് കിട്ടുന്നു. പക്ഷെ കണ്ടന്റ് വെച്ച് അവർക്ക് പ്രിലിംസ് കയറുവാനോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം പോലും മെയിൻസ് എഴുതുവാനോ സാധിക്കുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിച്ചപ്പോൾ ലൈക്ക് എല്ലായിടത്തും വരുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന സ്ട്രാറ്റജിയാണ്. അതായത് എല്ലാവർക്കും ഒരേപോലെ സംഭവങ്ങൾ കൊടുക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഓരോരുത്തരുടെ റിക്വയർമെന്റ് വ്യത്യാസമായിരിക്കും. ചിലരുടെ സ്റ്റഡിങ് പാറ്റേൺ വ്യത്യാസം ഉണ്ടാവും, ചിലരുടെ ലൈക്ക് നമ്മൾ IQ എന്ന് പറയുന്ന ലെവൽ വ്യത്യാസം ഉണ്ടാവും, ലേണിംഗ് സ്കിൽസ് വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി അക്യുമുലേറ്റഡ് കണ്ടന്റ് പലർക്കും പലതായിരിക്കും, ചിലരുടെ ഫേവറേറ്റ് സബ്ജക്ട്സ് അല്ലെങ്കിൽ വീക്ക് സബ്ജക്ട്സ്, ഇതെല്ലാം വേരിയേഷൻ ഉണ്ടാവും. സോ ബേസിക്കലി വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു ഇസ് ഓരോരുത്തർക്കും ഈ ഒരു എക്സാമിന് ഒരു ഫെയർ ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഫെയർ ചാൻസ് കൊടുക്കുക. അതായത് എല്ലാവർക്കും ഒരേ വസ്തു തന്നെ കൊടുത്ത് അതിൽ നിന്ന് എല്ലാവരും എക്സൽ ചെയ്യാൻ പറയുന്നതിന് പകരം ഓരോരുത്തർക്ക് എന്താണോ വേണ്ടത് അത് കൊടുത്തിട്ട് അവരെ എക്സൽ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രോഗ്രാം ലക്ഷ്യം. സോ ഈ പ്രോഗ്രാം ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ പോകണമെങ്കിലും നമുക്കൊരു ഷെഡ്യൂൾ കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അതായത് നമുക്ക് പഠിച്ച് തീർക്കണ്ടേ. അപ്പൊ ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിജിഡ്, ഇറ്റ്സ് ഫ്ലെക്സിബിൾ. അതായത് ഓരോരുത്തർക്കും എങ്ങനെയാണോ അവരുടെ ആവശ്യം അതനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പ്രോഗ്രാം നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, so in this program we will be conducting 29 mains test by the time period of ഡിസംബർ ആകുമ്പോഴേക്ക് 29 മെയിൻസ് ടെസ്റ്റുകൾ നമ്മൾ നടത്തും. 29 മെയിൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീക്ക്ലി കൃത്യമായി ഓരോ സബ്ജക്റ്റിനെയും ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ടൈം അലോക്കേറ്റ് ചെയ്ത് സ്റ്റഡി ടാർഗറ്റ്സ് തന്നുകൊണ്ടായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക. ഓക്കെ, 29 മെയിൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സി ഈ ഷെഡ്യൂൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. And almost by the month of September or October, okay, September, October ആകുമ്പോഴേക്കും we'll be completing the main specific topics. അതായത് സോഷ്യൽ ജസ്റ്റിസ്, സൊസൈറ്റി, എത്തിക്സ് പോലെയുള്ള മെയിൻസിന് മാത്രമുള്ള ടോപ്പിക്സ് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴേക്കും തീരും. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ നമ്മൾ പൊളിറ്റി, ജോഗ്രഫി, മോഡേൺ ഇന്ത്യ, എൻവയോൺമെന്റ്, അതേപോലെ തന്നെ എക്കണോമി, അതായത് നമ്മളുടെ പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ രണ്ട് ടോപ്പിക്സ് ഉണ്ടല്ലോ, അവരെയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. സോ മോർ വിൽ ബി ഫോക്കസിങ് ഓൺ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെ നമ്മൾ ഡിസംബർ ആകുമ്പോഴേക്കും നമ്മൾ ആ ടോപ്പിക്സും കവർ ചെയ്യും. സോ ബൈ ദ മന്ത് ഓഫ് ഡിസംബർ നമ്മൾ ഈ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി പോലുള്ള സബ്ജക്ട്സിന്റെ ഒരു റൗണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞു. ആൻഡ് ആഫ്റ്റർ ഡിസംബർ വിൽ ബി സ്റ്റാർട്ടിംഗ് വിത്ത് ദി പ്രിലിംസ് ടെസ്റ്റ് സീരീസ് വിച്ച് വി ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പ്രിലിംസ്. അപ്പോ ആ ഒരു അനാലിസിസ് നിങ്ങൾക്ക് കിട്ടും, ആ മെയിൻസിന്റെ പ്രിപ്പറേഷൻ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബൂസ്റ്റ് യുവർ പ്രിലിംസ് സ്കോർ. കാരണം നിങ്ങൾ കാണണ്ട, ഒരു പക്ഷേ ഒരിക്കൽ പ്രിലിംസ് കയറിയ ആള്, അതായത് ഒരിക്കൽ നല്ല മെയിൻസ് എഴുതിയ ആള്, ദേ ഫ്രീക്വന്റ്ലി കീപ് ഓൺ ക്ലിയറിംഗ് ദി പ്രിലിംസ്. അത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദിസ് എക്സാമിനേഷൻ ബേസിക്കലി ഡിമാൻഡ്സ് എ മെയിൻസ് മോഡൽ ഓഫ് പ്രിപ്പറേഷൻ. ആ മെയിൻസ് മോഡൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് ടോപ്പേഴ്സ് എല്ലാം ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് ആ മെയിൻസ് മോഡൽ ഓഫ് പ്രിപ്പറേഷൻ ചെയ്യുവാനാണ് നമ്മൾ ഈ സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിനൊരു വീക്കിൽ നമ്മൾ ഷെഡ്യൂൾ ഡിവൈഡ് ചെയ്ത് നോക്കാം.
ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വരുന്ന വീക്കിൽ ഇന്ത്യൻ സൊസൈറ്റിയാണ്. സോ എവറി സൺഡേ, ഓക്കെ, ചില ദിവസങ്ങളിൽ മാത്രം നമുക്ക് ഹോളിഡേസ് ഒക്കെ വരുന്ന ചില അഡ്ജസ്റ്റ്മെന്റ് വന്നു, ചില ദിവസങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സൺഡേസ് തന്നെയാണ് വിൽ ബി ഹാവിംഗ് എ ടെസ്റ്റ്. ഇപ്പൊ ജൂലൈ 20, അതായത് കമ്മിങ് സൺഡേ വി ഹാവ് എ ടെസ്റ്റ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അപ്പോൾ ഇനി വരാൻ പോകുന്ന 6 ദിവസം കൊണ്ട് വി ആർ ട്രൈങ് ടു കംപ്ലീറ്റ് ദി ഇന്ത്യൻ സൊസൈറ്റി ടോപ്പിക്. അപ്പോൾ ആ ടെസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും? ഇന്ന് 14 ജൂലൈ മൺഡേ, ഇന്നത്തെ ഈ സെഷൻ, ദാറ്റ് ഇസ് ദി സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് ഇൻ ദ സെൻസ് എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് UPSC ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളിൽ നോട്ട് ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നതാണ് സിലബസ് മാപ്പിംഗ്. ആ സിലബസ് മാപ്പിംഗിന് ശേഷം ദ നെക്സ്റ്റ് ഡേ, ട്യൂസ്ഡേ, അതായത് നാളെ, വിൽ ബി ഹാവിംഗ് എ വാല്യൂ അഡീഷൻ സെഷൻ. വാല്യൂ അഡീഷൻ സെഷൻസ് ഇൻ ദ സെൻസ് ലൈക്ക് ഈ സൊസൈറ്റിയിൽ തന്നെ കണ്ടന്റ് സ്പെസിഫിക് ആയ കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് ഫെച്ച് ചെയ്യാവുന്ന കണ്ടന്റ്, കുറച്ച് എക്സ്ട്രാ കണ്ടന്റ് തരുന്ന ക്ലാസ് ഉണ്ടാവുമായിരിക്കും. അത് 2 ക്ലാസ് ഉണ്ടാവും വീക്ക്ലി, അതായത് ട്യൂസ്ഡേസും തേഴ്സ്ഡേസും. ദെൻ ഫ്രൈഡേ വിൽ ബി ഹാവിംഗ് റൈസ് അപ്പ് അനാലിസിസ് ഓൺ കറണ്ട് ഇവന്റ്സ്. അതായത് ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ട കറണ്ട് ഇവന്റ്സ് അല്ല, നമ്മൾ ഈ ഒരു വീക്കിൽ, അതായത് ജൂലൈ 14 അല്ലെങ്കിൽ ജൂലൈ 13 തൊട്ട് ജൂലൈ 18 വരെയുള്ള വീക്കിലുള്ള ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ്, പ്രിലിംസ് ആൻഡ് മെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ പഠിച്ചു തീരും ബൈ സൺഡേ. ഈ ഒരു ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സും നമ്മൾ അതിനൊപ്പം തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും, മെയിൻസിന്റെ ടെസ്റ്റ് ആണ്. അതിനുശേഷം നെക്സ്റ്റ് വീക്ക് വി ഗോ ഫോർ അതർ സബ്ജക്ട്, സോഷ്യൽ ജസ്റ്റിസ്. ഇത് നിങ്ങൾ കാണുമ്പോൾ GS1 ഇന്ത്യൻ സൊസൈറ്റി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് GS2 സോഷ്യൽ ജസ്റ്റിസ് ആണ്. അപ്പൊ GS1 മുഴുവൻ തീർത്ത് GS2 പോകുന്ന അങ്ങനെയല്ല. കാരണം സോഷ്യൽ ജസ്റ്റിസും സൊസൈറ്റിയിലെയും ടോപ്പിക്സ് കുറെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊസൈറ്റി പഠിച്ച ശേഷം തന്നെ സോഷ്യൽ ജസ്റ്റിസ് പഠിക്കുമ്പോൾ ഓവർലാപ്പിംഗ്, ആ മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 2 സബ്ജക്റ്റിനെ ലിങ്ക് ചെയ്യിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സിലബസ് പോലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ യു ക്യാൻ സി ഏൻഷ്യൻ ആൻഡ് മിഡീവൽ ഇന്ത്യ ഓഗസ്റ്റ് 10 ടെസ്റ്റ് വരുന്നു. ഏൻഷ്യൻ മിഡീവൽ ഇന്ത്യക്ക് ശേഷം വി ആർ ഗിവിംഗ് ആർട്ട് ആൻഡ് കൾച്ചർ. ആർട്ട് ആൻഡ് കൾച്ചർ ആണ് മെയിൻസിന് വരുന്നത്, ഏൻഷ്യൻ മിഡീവൽ പ്രിലിംസിന് വരുന്നതാണ്. പക്ഷേ ഏൻഷ്യൻ മിഡീവൽ പഠിച്ച ശേഷം ആർട്ട് ആൻഡ് കൾച്ചർ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുക. സോ ദി പ്രോഗ്രാം ഈസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് ലൈക്ക് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മിനിമം കണ്ടന്റ് പഠിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന രീതിയിലാണ് പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത്. ആൻഡ് ഇതിനിടയിലായിട്ട് യു വിൽ ബി ഹാവിംഗ് മെന്റർഷിപ്പ് സെഷൻസ് വിത്ത് എ മെന്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തർക്കുമായിട്ട് മെന്റേഴ്സിനെ അലോക്കേറ്റ് ചെയ്യും. ആ മെന്ററുമായിട്ട് നിങ്ങൾക്ക് 1-to-1 സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാം, നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാൻഡ് എന്താണെങ്കിൽ അത് പറയാം. അപ്പൊ അതിനനുസരിച്ച് മെന്റർ നിങ്ങൾക്ക് ചെറിയ പ്ലാൻസിലൊക്കെ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വീക്കിലും യു വിൽ ബി ഹാവിംഗ് സിലബസ് മാപ്പിംഗ്, 2 validation sessions and current affairs session of weekly current affairs, and we are planning for some more programs also. Okay, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ രീതിയിൽ വിൽ ബി കംപ്ലീറ്റിംഗ് മെയിൻസ് റെഡി ബൈ ഡിസംബർ. അപ്പൊ നിങ്ങൾക്ക് ജനറലി ക്ലാസ് വരിക മൺഡേസ് മോർണിംഗ്സിൽ ഓൺലൈൻ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരിക്കും. സിലബസ് മാപ്പിംഗ് സെഷൻ ഓൺലൈൻ ആയിരിക്കും. വാലിഡേഷൻ സെഷൻസ് അതായത് ട്യൂസ്ഡേസും തേഴ്സ്ഡേയും ആഫ്റ്റർനൂൺ ആയിരിക്കും, 2 to 4 ആയിരിക്കും. അത് നിങ്ങൾക്ക് ഹൈബ്രിഡ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഓഫ്ലൈൻ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ടു IAS പാളയം, ആൻഡ് ഓൺലൈൻ ആണെങ്കിൽ വിൽ പ്രൊവൈഡ് ദ ലിങ്ക്. കറണ്ട് അഫയേഴ്സ് സെഷനും ഹൈബ്രിഡ് ആയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ രീതിയിലായിരിക്കും വിൽ ബി പ്രൊവൈഡിങ് ഫ്രം അവർ സൈഡ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ലൈക്ക് ഒരു 1-way ട്രാഫിക് ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് കാണില്ല. വി വോണ്ട് യു പീപ്പിൾ ടു ഗിവ് 100% കമ്മിറ്റ്മെന്റ് ത്രൂ ഔട്ട് ദ ഇയർ. ഈ ഒരു വർഷം കംപ്ലീറ്റ് നിങ്ങൾ ഷെഡ്യൂൾ കീപ്പ് ചെയ്ത് പോവുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക, ടെസ്റ്റുകൾ കൃത്യമായി എടുക്കുക, നിങ്ങൾ സെൽഫ് അനാലിസിസ് നടത്തുക. ഈ രീതിയിൽ ഇഫ് യു ആർ റെഡി ടു ഗിവ് യുവർ ടൈം, ഈ വരുന്ന സമയത്ത് ഒരു ഡിസംബർ വരെ ടൈം നിങ്ങൾ തരാൻ തയ്യാറാണെങ്കിൽ യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. ലൈക്ക് ഇത് ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും, നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവലിലുള്ള വ്യത്യാസം മനസ്സിലാവും. പക്ഷേ ആ ഒരു ഡിസംബർ വരെ നിങ്ങൾ 100% കമ്മിറ്റ്മെന്റോട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വർഷത്തെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഈ വർഷത്തെ അറ്റംപ്റ്റ് എങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ മാറി നിൽക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, സോ വി വോണ്ട് 100% കമ്മിറ്റ്മെന്റ് ഫ്രം യുവർ സൈഡ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വി വിൽ ബി ഏബിൾ ടു ക്രാക്ക് ദി 2026 UPSC. ഓക്കെ, സോ വി ഹാവ് ദി കോൺഫിഡൻസ്. സോ യു നീഡ് ടു ട്രസ്റ്റ് ദി പ്രോസസ്. ഈ പ്രോസസ് ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ദെൻ കീപ് ഡൂയിങ്. നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും? എനിത്തിങ് ടു ആസ്ക്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റിയുടെ മാപ്പിംഗിലേക്ക് കടക്കാം. വിൽ സ്റ്റാർട്ട് വിത്ത് ദി മാപ്പിംഗ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി.
ഓക്കെ, ടു സ്റ്റാർട്ട് വിത്ത് ഇന്ത്യൻ സൊസൈറ്റി നമുക്കറിയാം UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ GS1 വരുന്ന പേപ്പറാണ്. GS1 എല്ലാ വർഷവും ഏകദേശം 60 to 80 മാർക്സിനാണ് ചോദിക്കുക. കാരണം GS1 സൊസൈറ്റി അല്ലാതെ വരുന്ന ഒരു പേപ്പർ ജോഗ്രഫി, മറ്റൊരു പേപ്പർ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി, PIC എല്ലാം ഉൾപ്പെടെ അങ്ങനെ. സോ GS1 60 മുതൽ 80 മാർക്കിനാണ് പൊതുവെ ചോദിക്കുക. ഒരു കോമൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു 3 into 3 10 മാർക്കേഴ്സും 3 15 മാർക്കേഴ്സും എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഏകദേശം ഒരു 75 മാർക്സ് എന്ന രീതിയിൽ എല്ലാ വർഷവും UPSC ഇന്ത്യൻ സൊസൈറ്റിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്നുള്ള സബ്ജക്റ്റിന്റെ നിങ്ങൾ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു നല്ല മെറ്റീരിയൽ ആയിട്ട് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ ഫോളോ ചെയ്യാം, ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ കിട്ടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിട്ടാവുന്ന മെറ്റീരിയൽ ഒക്കെ ഭയങ്കര ബൾക്കിയാണ്. നമുക്ക് അത്രയും ബൾക്കിയായ മെറ്റീരിയൽ വായിച്ചാലും അത് വന്ന് എന്ത് പഠിക്കണമെന്ന് മനസ്സിലാവില്ല. സോ ദി ബെസ്റ്റ് വേ ഇസ് ടു പ്രിപ്പയർ അവർ ഓൺ നോട്ട്സ്. നമ്മുടെ സ്വന്തമായ നോട്ട്സ് ഉണ്ടാക്കി അതിലേക്ക് എക്സാമ്പിൾസ് കൊടുത്ത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യുവാൻ പറ്റുക. ഓക്കെ, അപ്പൊ ആ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ആ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ സൊസൈറ്റിയുടെ ആൻസേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർ ഒരു ആൻസർ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. സൊസൈറ്റിയിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, ഇപ്പൊ മാരേജ് അല്ലെങ്കിൽ മാരേജിൽ വരുന്ന ചേഞ്ചസിനെ പറ്റിയാണ് ചോദ്യമെങ്കിൽ, നമുക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് റേറ്റ് പറയാനായിട്ട് ഒരു ഡേറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമുക്കത് പറയണമെന്ന് അറിയാം, പക്ഷെ പറയാനുള്ള ഡേറ്റ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് റെഡിമെയ്ഡായി നേരത്തെ ഉണ്ടാക്കി വെക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ സിലബസ് നോക്കി UPSC സ്ഥിരമായി ചോദിക്കുന്ന തീംസിനെ ഐഡന്റിഫൈ ചെയ്യുക. സ്ഥിരമായി ചോദിക്കുന്ന ആ തീംസിൽ എന്താണ് UPSC ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കോമൺലി അഡ്രസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എങ്ങനെ എഴുതണം, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഇതാണ് നമ്മൾ സൊസൈറ്റിയിൽ ബേസിക്കലി ചെയ്യേണ്ടത്. സോ നമുക്ക് സിലബസ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ സിലബസിൽ UPSC പറയുന്നത് എങ്ങനെയാണ്: സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സൊസൈറ്റിയുടെ സേലിയൻ ഫീച്ചേഴ്സ്, അതേപോലെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി. റോൾ ഓഫ് വിമൺ ആൻഡ് വിമൺ ഓർഗനൈസേഷൻ. ഓക്കെ, വിമൺ ഓർഗനൈസേഷൻ, അതായത് ഇവിടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ വിമന്റെ റോൾ എന്തൊക്കെ, വിമൻസ് ഓർഗനൈസേഷൻ റോൾ എന്തൊക്കെ. ദെൻ പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ്. നമുക്കറിയാം ഇന്ത്യ ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി, അപ്പൊ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോപ്പുലേഷൻ കൊണ്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ. പോവേർട്ടി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, അർബനൈസേഷൻ ആൻഡ് ദെയർ പ്രോബ്ലംസ് ആൻഡ് റെമഡീസ്. അപ്പൊ ഇവിടെ ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി 1, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ 2, റോൾ ഓഫ് വിമൺ ആൻഡ് വിമൺ ഓർഗനൈസേഷൻ 3, പോപ്പുലേഷൻ അസോസിയേറ്റഡ് ഇഷ്യൂസ് 4, പോവേർട്ടി ആൻഡ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ് 5, അർബനൈസേഷൻ പ്രോബ്ലംസ് ആൻഡ് റെമഡീസ് 6, ദെൻ എഫക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി, ഗ്ലോബലൈസേഷന്റെ ഇന്ത്യൻ സൊസൈറ്റിയിലെ എഫക്ട്സ് എന്തൊക്കെ, അത് 7, ദെൻ സോഷ്യൽ എംപവർമെന്റ്, കമ്മ്യൂണിസം, റീജിയണലിസം, സെക്യുലറിസം. അങ്ങനെ 8 ടോപ്പിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഡിവിഷൻ കൊണ്ട് മാത്രം നമുക്ക് നോട്ട്സ് ഉണ്ടാക്കി പോകാൻ പറ്റില്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ ഗോയിങ് ടു കണക്ട് ദീസ് ടോപ്പിക്സ് വിത്ത് ദ UPSC previously asked questions to understand the trend. എന്താണ് UPSC ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ഈ സിലബസിനെ UPSC മുൻവർഷത്തെ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 10-20 വർഷത്തെ ചോദ്യങ്ങളൊന്നും എടുക്കണ്ട. നമ്മൾ ലാസ്റ്റ് 5 to 6 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ബേസിക്കലി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് UPSC ചോദിച്ചിട്ടുള്ളത് എന്നത്. ഓക്കെ, സേലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ലാസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞത്. വിൽ സ്റ്റാർട്ട് വിത്ത് റോൾ ഓഫ് വിമൻ ആൻഡ് വിമൺ ഓർഗനൈസേഷൻ ഇന്ത്യ. ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെയാണ് UPSC ചോദിച്ചിട്ടുള്ളത് നോക്കാമേ. ജസ്റ്റ് റീഡ് ദി ക്വസ്റ്റ്യൻസ്. 2024 വന്ന ചോദ്യമാണ്: ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ഇക്വിറ്റി ആൻഡ് വിമൻസ് എംപവർമെന്റ്. What is it important to take gender concerns into account in program design and implementation? എന്താണ് ജെൻഡർ ഈക്വാലിറ്റി, എന്താണ് ജെൻഡർ ഇക്വിറ്റി? ഓക്കെ, വിമൺ ജെൻഡർ ഈക്വാലിറ്റി, ജെൻഡർ ഇക്വിറ്റി ആൻഡ് വിമൺ എംപവർമെന്റ്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? And what is it important to take gender concerns into account in program design and implementation? നമ്മളൊരു പ്രോഗ്രാം കൊണ്ടുവരുമ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും എന്തുകൊണ്ട് നമ്മൾ ജെൻഡർ കൺസേൺസ് എടുക്കണം, അല്ലെങ്കിൽ മെയിൽ, ഫീമെയിൽ, അല്ലെങ്കിൽ വിമൻ പാർട്ടിസിപ്പേഷൻ പോലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യണം? ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ: എക്സ്പ്ലെയിൻ വൈ സൂയിസൈഡ് അമംഗ് യങ് വിമൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. എന്തുകൊണ്ട് ഇന്ത്യൻ വിമണിൽ, യങ് വിമണിൽ, വെറും വിമണിൽ, യങ് വിമണിൽ സൂയിസൈഡ് കൂടി വരുന്നു? വാട്ട് ഇസ് ദ റീസൺ? Can the vicious cycle of gender inequality, poverty and malnutrition be broken through microfinancing of women self-help groups? അതായത് ജെൻഡർ ഇനീക്വാലിറ്റി, പോവർട്ടി, മാൽ ന്യൂട്രീഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് വിമൺ
സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ മൈക്രോ ഫിനാൻസിങ് കൊടുക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുമോ? എക്സാമിൻ ദ റോൾ ഓഫ് ഗിഗ് എക്കണോമി ഇൻ ദി പ്രോസസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് വിമൻ. Discuss the desirability of greater representation to women in higher judiciary to ensure diversity, equity and inclusiveness. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറച്ച് വായിച്ചു പോകുമ്പോൾ ഇത് വായിക്കുമ്പോഴും കൺഫ്യൂഷൻ ആണ്. നിങ്ങൾക്ക് തോന്നുന്നു, ലൈക്ക് ഒറ്റയടിക്ക് ആദ്യമായി വായിക്കുമ്പോൾ തോന്നുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ കാര്യത്തിനെ പറ്റിയിട്ടല്ല, ഇതൊക്കെ എങ്ങനെ നോട്ട് ഉണ്ടാക്കും, നാളെ അവർ വേറെ കാര്യങ്ങൾ ചോദിച്ചാൽ എങ്ങനെ നോട്ട് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടത് ഇതിൽ UPSC ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പലതാണെന്ന് തോന്നുമെങ്കിലും when we are writing an answer we will have lot of common points. നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് കൊടുക്കാവുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. ദെൻ UPSC ഏത് ചോദ്യമാണോ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനെ പറ്റിയാണോ ചോദിക്കുന്നത് അതിലേക്ക് ആ പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ആ കോണ്ടക്സ്റ്റിലേക്ക് ആ പോയിന്റ്സിനെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, സോ നോക്കുക, നമ്മൾ ഇവിടെ ചോദ്യം നോക്കുകയാണെ, ശ്രദ്ധിക്കൂ. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദി കണ്ടിന്യൂഡ് ചലഞ്ചസ് ഓഫ് വിമൻ ഇൻ ഇന്ത്യ അഗൈൻസ്റ്റ് ടൈം ആൻഡ് സ്പേസ്? ഇന്ത്യയിലെ വിമണിനുള്ള കണ്ടിന്യൂസ് ചാലഞ്ചസ് എന്തൊക്കെ? ഇതൊരു ചോദ്യം നിൽക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ വൈ സൂയിസൈഡ് അമംഗ് യങ് വിമൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. രണ്ട് ചോദ്യത്തിലും വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂവിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ യങ് വിമൻ ആണ്. ഈ വിമൻ സൂയിസൈഡിലേക്ക് പോകാൻ കാരണം എന്താ? വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് തന്നെയാണല്ലോ ഒരു പരിധി വരെ. അപ്പൊ ബേസിക്കലി രണ്ടിടത്ത് നമുക്ക് കൊടുക്കാവുന്ന കോമൺ പോയിന്റ്സ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വി നീഡ് ടു മേക്ക് സം ജനറൽ പോയിന്റ്സ്. ആ ജനറൽ പോയിന്റ്സ് ഉണ്ടാക്കി വെച്ച ശേഷം അതിനെ ക്വസ്റ്റ്യന്റെ കോണ്ടെക്സ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത നോക്കൂ. Though women in post-independence India have excelled in various fields, the social attitude towards women and feminist movement has been patriarchal. Apart from women education and women empowerment schemes, what interventions can help to change the milieu? ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താ? വിമൻ മൂവ്മെന്റ് വന്നു കഴിഞ്ഞാലും എന്ത് വന്നാലും പെട്രിയാർക്കൽ മൈൻഡ് സെറ്റും വിമനോടെതിരെയുള്ള സോഷ്യൽ ആറ്റിറ്റ്യൂഡും മാറുന്നില്ല. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇന്റർവെൻഷൻസ് അതിന് വേണ്ടി കൊണ്ടുവരാം? സോ ബേസിക്കലി വിമനെ ലൈക്ക് ഈ പറയുന്ന പെട്രിയാർക്കിന് പുറത്തുകൊണ്ടുവരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ ഇതിന് നോട്ട് ഉണ്ടാക്കണം? സോ ഐ ഹാവ് മേഡ് എ ഡിവിഷൻ. ഞാൻ ഈ ടോപ്പിക്കിന്റെ ബേസിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ വിമണിനെ പറ്റി നമ്മൾ എഴുതുമ്പോൾ, വിമന്റെ ഇഷ്യൂസ് നമ്മൾ എഴുതുമ്പോൾ ലൈക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ വേണമെങ്കിൽ ഒരു കുറച്ച് പോയിന്റ്സ് കാര്യങ്ങൾ കൊടുക്കണം അല്ലെ. വി നീഡ് ടു റൈറ്റ് സം പോയിന്റ്സ്, വി നീഡ് ടു റൈറ്റ് സം സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ, വി നീഡ് ടു റൈറ്റ് സം റിപ്പോർട്ട്സ് പോലുള്ള കാര്യങ്ങൾ. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ നമുക്ക് ലൈക്ക് ഏതൊരു ചോദ്യമായാലും വിമന്റെ ഇഷ്യൂവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കാവുന്ന കാര്യമാണ് വാട്ട് ഈസ് ദി കറന്റ് സ്റ്റാറ്റസ്. വിമൺ ഹെൽത്തിനെ പറ്റി പറയണം. വിമൺ ഹെൽത്തിന്റെ കറന്റ് സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫ് വിമന്റെ ഒരു ചോദ്യം നമ്മൾ കണ്ടില്ലേ. അപ്പൊ വിമന്റെ എഡ്യൂക്കേഷന്റെ കറന്റ് സ്റ്റാറ്റസ് ഇങ്ങനെയാണ്. അത് നമുക്ക് ഇൻട്രൊഡക്ഷനിലോ കൺക്ലൂഷനിലോ അല്ലെങ്കിൽ പോയിന്റ് കൊടുക്കുമ്പോൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്താണ് കറന്റ് വിമൻ സ്റ്റാറ്റസ്? എന്താണ് കറന്റ് വിമൻ സ്റ്റാറ്റസ്? നമ്മൾ എന്ത് ചെയ്യണം? വിൽ സ്റ്റാർട്ട് വിത്ത് പോപ്പുലേഷൻ, സെക്സ് റേഷ്യോ പോലുള്ള കാര്യങ്ങൾ. ഇന്ത്യ പോപ്പുലേഷൻ ഇത്ര % ആണ് വിമൺ വരുന്നത്, സെക്സ് റേഷ്യോ എത്രയാണ്, ഹൈലി റീജിയനിലാണ്, ഇന്ന ഭാഗത്താണ് കൂടുതൽ, ഇന്ന ഭാഗത്താണ് കുറവ്. അത്തരത്തിലുള്ള ഡേറ്റ മാത്രം ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഓഫ് വിമൻ പോപ്പുലേഷൻ ആൻഡ് വിമൻ സെക്സ് റേഷ്യോ. ദെൻ വാട്ട് ഇസ് ദി കണ്ടീഷൻ ഓഫ് വിമൻ ഹെൽത്ത്? വിമന്റെ ഹെൽത്തിന്റെ അവസ്ഥ എന്ത്? അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ലൈഫ് എക്സ്പെക്ടൻസി എത്രയാണ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്താണ്, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടോ? അതിൽ നമ്മൾ പറയില്ലേ 1/3 ഓഫ് വിമൺ ആർ അനീമിക് എന്ന് പറയില്ലേ. അപ്പൊ അത്തരത്തിൽ വിമന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റ. ദെൻ വിമൻ എഡ്യൂക്കേഷൻ എന്താണ് വിമന്റെ ലിറ്ററസി റേറ്റ്, എത്രയാണ് വിമൻ എൻറോൾമെന്റ് റേഷ്യോ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ വിമൻ എത്രത്തോളം എൻറോൾമെന്റ് ഹെഡ് കൗണ്ട് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡേറ്റ ഒക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് ന്യൂസിൽ വരുന്ന നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പൊ അതിനൊന്ന് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ എംപ്ലോയ്മെന്റ്, പീരിയോഡിക് ലേബർ ഫോഴ്സ് പ്രകാരം വിമൻ പാർട്ടിസിപ്പേഷൻ എത്ര, റൂറൽ അർബനിൽ വിമൻ പാർട്ടിസിപ്പേഷൻ എത്ര, അത്രയുള്ള കാര്യങ്ങൾ. പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ലോക്സഭയിൽ ഇത്ര സീറ്റിൽ ഇത്ര സീറ്റാണ് വിമൺ ഉള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം സീറ്റ് മിനിസ്റ്റർഷിപ്പിൽ വിമൺ വരുന്നുണ്ട്. അതുപോലെ ക്രൈം അഗേൻസ്റ്റ് വിമൻ വരുന്ന ക്രൈമിന്റെ. അപ്പൊ ഇത്രയും കാര്യങ്ങളുടെ ഒരു ഡേറ്റ കളക്ഷൻ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒന്നും ചെയ്യാനില്ല, ഗൂഗിൾ ചെയ്യുക, ഡേറ്റ കിട്ടും. എല്ലാ ടോപ്പിക്കിനെയും പറ്റി 1, 2, 3 ഡേറ്റ വരെ ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെക്കുക. അത് നമുക്ക് പിന്നീട് വായിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മേക്കിംഗ് നോട്ട് ഫോർ വിമൻ ആൻഡ് റോൾ ഓഫ് വിമൺ. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കറന്റ് സ്റ്റേറ്റസ്, വിമന്റെ ഓരോ കറന്റ് സ്റ്റേറ്റസ്. ഇത് കൂടാതെ ഡയമെൻഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി തോന്നുന്ന ഡയമെൻഷനും കൊണ്ടുവരാം. ബട്ട് ഇത്രയും കാര്യങ്ങൾ എന്തായാലും കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യങ്ങൾ. അപ്പൊ ഈ നോട്ട് ഉണ്ടാക്കാൻ, ഈ ഒരു കാര്യം നോട്ടായിട്ട് ഉണ്ടാക്കാൻ ലൈക്ക് യു മൈറ്റ് ടേക്ക് അറൌണ്ട് ഒരു 30 minutes 35 minutes കൊടുക്കുള്ളൂ. കാരണം എന്താ,
ഓരോ കാര്യത്തിന് സ്പെസിഫിക് ആയി ഹെൽത്ത്, ലൈഫ് എക്സ്പെൻസി, MMR പോലുള്ള ഏതെങ്കിലും വിമൻ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റ്, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു 3 പോയിന്റ്, എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട 3 പോയിന്റ്. അതായത് അവരുടെ എംപ്ലോയ്മെന്റ് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനല്ല, അത് കറന്റ് സ്റ്റേറ്റസ് കാണിക്കാവുന്ന 3 ഡേറ്റ. അപ്പൊ അത് എഴുതി വെക്കുക. ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അവർ ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻ, ഓൾസോ യൂസ്ഫുൾ ഫോർ അവർ GS2 സോഷ്യൽ ജസ്റ്റിസ് വരുമ്പോൾ അവിടെയും ഒരു പക്ഷേ ആവശ്യമുണ്ടാവും. SAയിലൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ കറന്റ് സ്റ്റേറ്റ്സ് ഓഫ് വിമൻ നമുക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും എന്താണ് വിമന്റെ അവസ്ഥ എന്നുള്ളത്. അപ്പൊ വാട്ട് ആർ ദി റീസൺസ്, എന്തുകൊണ്ടാണ് വിമന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം? ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട് അല്ലെ, ബിക്കോസ് വി ആർ ലിവിംഗ് ഇൻ എ പെട്രിയാർക്കൽ സൊസൈറ്റി. ദെൻ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് വിമനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് ട്രഡീഷൻസ്, ദെൻ സോഷ്യൽ കൺസ്ട്രക്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, വിമനെ പുറകോട്ട് നിർത്തുന്നത്. ഇനി നമുക്ക് പോയിന്റ്സ് ജനറേറ്റ് ചെയ്യേണ്ടത് ഈസ് റിഗാർഡിംഗ് റോൾ ഓഫ് വിമൻ. നമ്മുടെ ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് സിലബസിന്റെ ഹെഡിങ് പറയുന്ന റോൾ ഓഫ് വുമൺ അല്ലേ. ഇവിടെയും വി ആർ ഗോയിങ് ടു മേക്ക് എ ടോപ്പിക് ഓൺ റോൾ ഓഫ് വുമൺ. അപ്പൊ റോൾ ഓഫ് വുമൺ, ഫാമിലിയിലെ വുമന്റെ റോൾ എന്തൊക്കെയാണ്? മേക്ക് 5 പോയിന്റ്സ്. പോപ്പുലേഷൻ കൺട്രോൾ വുമന്റെ റോൾ എന്തൊക്കെയാണ്? മേക്ക് 5 പോയിന്റ്സ്. അഗ്രികൾച്ചറിൽ വുമന്റെ റോൾ എത്രയാണ്? മേക്ക് 5 പോയിന്റ്സ്. എക്കണോമിയിൽ വുമന്റെ റോൾ എത്രയാണ്? മേക്ക് 5 പോയിന്റ്സ്. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ഫീൽഡ്സില് നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ആയി കാണുന്ന ഫീൽഡ്സില് വാട്ട് ആർ ദി മേജർ റോൾ, അല്ലെങ്കിൽ വിമന്റെ റോൾ എന്താണ് അതില്? ഓക്കെ, അല്ലെങ്കിൽ ചൈൽഡ് കെയറിൽ വിമന്റെ റോൾ എന്താണ്? സർവീസ് സെക്ടറിൽ വിമന്റെ റോൾ എന്താണ്? അപ്പൊ വിമന്റെ റോൾ ഇൻ വേരിയസ് സെക്ടേഴ്സ്, ട്രൈ ടു മേക്ക് 5 പോയിന്റ്സ്. അങ്ങനെ ഇത് ഉണ്ടാക്കി പോകണമെന്നല്ല, മേ ബി ചൂസ് ഒരു 7 ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ വിമന്റെ റോൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. കാരണം അതിൽ എഴുതുന്ന പോയിന്റ്സ് നമുക്ക് പിന്നെ പലയിടത്തും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റോൾ ഓഫ് വിമൻ പല സെക്ടറിൽ എന്താണെന്ന് നോക്കണം. ഇനി റോൾ ഓഫ് വിമൻ കഴിഞ്ഞാൽ വി ഗോ ഫോർ റോൾ ഓഫ് വിമൻ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇവിടെ ധാരാളം വിമൻ ഓർഗനൈസേഷൻ ഉണ്ട്. വിമൻ ഓർഗനൈസേഷൻ എടുത്ത് പറയുന്നുണ്ട് UPSC. വിമൻ ഓർഗനൈസേഷന്റെ റോളിനെ പറ്റി നോക്കണം. അപ്പൊ എന്താണ് ഇവിടുത്തെ വിമൻ ഓർഗനൈസേഷൻ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ ദേ ട്രൈങ് ടു ഡു? വിമൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ ഒഴിവാക്കുക. അപ്പൊ ഏറ്റവും പ്രൈമറി ഉദ്ദേശിക്കുന്നത് ജെൻഡർ ഈക്വാലിറ്റി, 2 ജെൻഡർ ഇക്വിറ്റി, 3 ഇൻക്ലൂഷൻ. എന്താണ് ഇക്വാലിറ്റിയും ഇക്വിറ്റിയും തമ്മിലുള്ള വ്യത്യാസം? What is equality and equity? ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ നോർമലി എല്ലാവർക്കും ഈക്വാലിറ്റി നോക്കുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ ഡിസഡ്വാൻറ്റേജ് നോക്കിയിട്ട്, അവരുടെ ലെവൽ നോക്കിയിട്ട് അതനുസരിച്ച് അവർ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് എങ്ങനെ ആവും അതിനു വേണ്ടിയുള്ളത് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ കയ്യിൽ 300 രൂപയുണ്ട്. ഞാൻ അതെന്റെ 3 ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ ഒരു ഫ്രണ്ടിന് ആക്ച്വലി 200 രൂപയുടെ ആവശ്യമുണ്ട്, ഒരു ഫ്രണ്ടിന് 100 രൂപയുടെ ആവശ്യമുണ്ട്, ഒരുത്തന് ഇപ്പൊ പൈസയുടെ ആവശ്യമില്ല. അപ്പൊ എന്റെ കയ്യിലുള്ള 300 രൂപ ഞാൻ അവർക്ക് ആവശ്യമനുസരിച്ച് 200 രൂപ വേണ്ട 200ഉം 100 രൂപ വേണ്ട 100 രൂപയും, പൈസ വേണ്ടാത്ത ആൾക്ക് പൈസയും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇക്വിറ്റി. ബിക്കോസ് അവരുടെ ഡിമാൻഡ് എന്താണോ അവിടെ മീറ്റ് ചെയ്യപ്പെടുക. നേരെ മറിച്ച് 3 പേർക്ക് 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇക്വാലിറ്റി. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റിയും വേണം, നമുക്ക് ജെൻഡർ ഇക്വിറ്റിയും വേണം. അപ്പൊ ആ 2 കാര്യങ്ങൾ. ഇൻക്ലൂഷൻ, വിമന്റെ സോഷ്യൽ, ഫിനാൻഷ്യൽ, പൊളിറ്റിക്കൽ സ്പിയറിലേക്ക് ഇൻക്ലൂഷനിൽ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിമന്റെ റോൾ എന്ത്? ഇതെങ്ങനെ നോട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ വാട്ട് ഐ വാണ്ട് യു ടു ഡു ഇസ്, നിങ്ങൾ ഒരുപാട് പുസ്തകങ്ങൾ തപ്പിപ്പോവാനല്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക. ലൈക്ക് റോൾ ഓഫ് വിമൻ ഓർഗനൈസേഷൻ ജെൻഡർ ഈക്വാലിറ്റി UPSC എന്ന് പറഞ്ഞത് ഗൂഗിൾ ചെയ്യുക. സോ യു ഗെറ്റ് സം പോയിന്റ്സ്. അതിൽ നല്ല പോയിന്റ്സ് ആയി തോന്നുന്നു നോട്ട് ചെയ്യുക. ആൻഡ് അതിൽ നിന്ന് നല്ല എക്സാമ്പിൾസ് കാണുന്നു, നോട്ട് ചെയ്ത് വെക്കുക. റോൾ ഓഫ് വിമൻ ഓർഗനൈസേഷൻ ജെൻഡർ ഇക്വിറ്റി നോക്കുക, സോഷ്യൽ ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻ. ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, ട്രൈ ടു മേക്ക് പോയിന്റ്സ്. പക്ഷേ ഈ പോയിന്റ്സ് എന്ന് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? റിവൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ദെൻ ഇമ്പാക്ട് ഓഫ് വിമൻ മൂവ്മെന്റ്സ്. ഓക്കെ, ഇതും ലൈക്ക് ഇപ്പൊ ഞാൻ ഈ അനാലിസിസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് 2020 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളൂ. ബട്ട് ദിസ് നോട്ട് ഐ ഹാവ് മേഡ് ഈസ് ബേസ്ഡ് ഓൺ ലാസ്റ്റ് 10 years ക്വസ്റ്റ്യൻ പേപ്പർ. കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് വിമൻ മൂവ്മെന്റ്സ് കുറച്ച് പറയാൻ പറ്റണം. ഇമ്പോർട്ടന്റ് വിമൻ മൂവ്മെന്റ്സ് പറയാൻ വെച്ചാൽ അത് മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് എടുത്ത് ചോദിക്കുന്നതല്ല, ബട്ട് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വിമൻ മൂവ്മെന്റ് എത്രത്തോളം ഈ പറയുന്ന വിമൻ എഡ്യൂക്കേഷൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്ത 1-2 വിമൻ മൂവ്മെന്റ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇമ്പോർട്ടന്റ് വിമൻ മൂവ്മെന്റ്സ് നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഒന്ന് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ വിമൻ മൂവ്മെന്റ്സ്, അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ കവർ ആയിപ്പോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന കാര്യങ്ങൾ. സോ അവിടെ ഡയമെൻഷൻ ആയിട്ട് അത് ഒരു ഹൊറിസോണ്ടൽ അപ്രോച്ച് വരും. അപ്പൊ ബേസിക്കലി അത് അവിടെ കവർ ആയിപ്പോഴും. പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ കുറച്ച് വിമൻ സെൻട്രിക് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ആ മൂവ്മെന്റ്സ് ഒന്ന് ഗൂഗിൾ ചെയ്യുക, അത് നോട്ട് ചെയ്യുക. അത് നോട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളത്, ഏതാണ് ഹെൽത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് എന്താണോ അങ്ങനെ. ദെൻ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഓർഗനൈസേഷൻ. ഈ റോൾ ഓഫ് വിമൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഓർഗനൈസേഷൻ നോക്കണം.
ഇഷ്യൂസ് ഫേസ്ഡ് എന്ന് പറയുമ്പോൾ ലൈക്ക് മേജർലി അവരുടെ ഇംപ്ലിമെന്റേഷനിലും ലെവൽ ഓഫ് പെനട്രേഷനിലുമാണ് നമുക്ക് ഇഷ്യൂ പറയേണ്ടത്. ലെവൽ ഓഫ് പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി the most of the activities of the women organization were focused on the higher class and upper middle class. അതായത് മെജോറിറ്റി ആയിട്ട് വരുന്ന ലോവർ ലെവലിൽ വരുന്ന പല സ്ത്രീകൾക്കും ഈ വിമൻ ഓർഗനൈസേഷന്റെ എഫക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ വിമൻ ഓർഗനൈസേഷൻ ഒരു ആക്സസ് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പൊ പെനട്രേഷൻ അത് അവരുടെ മേജർ ഇഷ്യൂ ആണ്. അതിനെ പറ്റി ഒരു പോയിന്റ് എഴുതണം. അതിനെപ്പറ്റി മുമ്പ് ചോദിച്ചിട്ടുണ്ട്. Then role of SHG and microfinance institutions, self-help groups. വിമണിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ റോൾസും മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. ഓക്കെ, അപ്പൊ ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ ഗൂഗിൾ ചെയ്താൽ കിട്ടും റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ വിമൻ എംപവർമെന്റ് UPSC സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സം പോയിന്റ്, ട്രൈ ടു മേക്ക് സം നോട്ട്സ്. ഓക്കെ, റോൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആൻഡ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ കേരളത്തിലെ കുടുംബശ്രീ ഒക്കെ ഭയങ്കര എക്സാമ്പിളാണ്. ദെൻ വിമൻ എംപവറിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടി ഞാൻ എടുത്തു പറയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എന്തൊക്കെയെന്ന് ചിലപ്പോൾ എടുത്തു ചോദിച്ചില്ലെങ്കിലും നമുക്ക് വിമൻ എംപവർമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ വി ഷുഡ് ബി ഏബിൾ ടു മെൻഷൻ. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റി ഉണ്ട്, ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിന്റെ ആർട്ടിക്കിൾ വരുന്നുണ്ട്, DPSP ആർട്ടിക്കിൾസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈക്വൽ പേ ഫോർ ഈക്വൽ വേജസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ അടുത്ത് മെൻഷൻ ചെയ്ത് വരും. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ നമ്മൾ പൊളിറ്റിയിൽ പഠിക്കും, പക്ഷേ ആർട്ടിക്കിൾസ് ഏതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. വിമൺ എംപവറിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള ആക്ടുകൾ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഓക്കെ, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് വർക്ക് പ്ലേസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് ഫോർ വിമൺ. ഗവൺമെന്റ് വിമണിന് വേണ്ടി കൊണ്ടുവന്ന പ്രോഗ്രാം, ഹെൽത്തിന് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാം, ജനനി സുരക്ഷ യോജന പോലെ ഹെൽത്തിന് കൊണ്ടുവന്ന പ്രോഗ്രാം, എഡ്യൂക്കേഷന് ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അങ്ങനെ എംപ്ലോയ്മെന്റ്, വിമൻ സേഫ്റ്റി, ഇപ്പൊ നിർഭയ ഫണ്ട് പോലെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിമൺ അപ്ലിഫ്റ്റിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോഗ്രാംസും നോട്ട് ചെയ്ത് വെക്കും. സോ ബേസിക്കലി നമുക്ക് അപ്പൊ കുറെ ഈ വിമൻ റോൾ ഓഫ് വിമണുമായി ബന്ധപ്പെട്ട കുറെ കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്തുണ്ട്? വിമന്റെ കറന്റ് സ്റ്റാറ്റസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്കുണ്ട് അല്ലെ, അതിന്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വിമന്റെ പല സ്ഥലത്തുള്ള റോൾ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ റോൾ ഓഫ് വിമൻ ഓർഗനൈസേഷൻ നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇമ്പോർട്ടന്റ് വിമൻ മൂവ്മെന്റ് കുറച്ച് നമുക്കറിയാം. ദെൻ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഓർഗനൈസേഷൻ നമുക്കറിയാം. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അറിയാം. ദെൻ ഗവൺമെന്റ് പ്രോഗ്രാംസ് അറിയാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻസിനും പല പോയിന്റ്സ് നമുക്ക് ബിൽഡ് ചെയ്ത് എഴുതാൻ പറ്റും. ബാക്കി കുറച്ച് ക്വസ്റ്റിന്റെ കോൺടെക്സ്റ്റിൽ നമ്മൾ കുറച്ച് മാറ്റി വെക്കാന്നേ ഉള്ളൂ. ബട്ട് വി വിൽ ബി ഏബിൾ ടു ആഡ് ദിസ് ഡേറ്റ ദാറ്റ് മേക്സ് അവർ ആൻസർ ബെറ്റർ ആൻഡ് സ്ട്രോങ്ങർ. നമ്മുടെ ആൻസറിനെ ബെറ്ററും സ്ട്രോങ്ങർ ആക്കുന്ന പോയിന്റ്സ് നമുക്ക് ഓൾറെഡി ഇതുണ്ടാവും. അപ്പൊ കോമൺ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന നോട്ട്സ് ഇതാണ്. ഒരു ഏകദേശം ഐഡിയ കിട്ടിയോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ടോപ്പിക് അപ്രോച്ച് ചെയ്യുന്ന പറ്റി ഡൗട്ട് ഉണ്ടോ? ഞാൻ ഫസ്റ്റ് ടോപ്പിക്കാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. കേൾക്കുന്നില്ല? ഡൈനാമിക് ആയിട്ടുള്ള ഈ വുമന്റെ ടോപ്പിക് ഒക്കെ നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ഉണ്ടാക്കി പോലെ ഇപ്പൊ തന്നെ വൺ പേജർ ഉണ്ടാക്കണ്ടല്ലോ. വിസ്മയ ഓഡിയോ ഭയങ്കര സൗണ്ട് കുറവാണ്. ഇത്തരം ഡൈനാമിക് ആയിട്ടുള്ള വുമന്റെ ടോപ്പിക് അതിന് നമ്മൾ വൺ പേജർ ഇപ്പൊ തന്നെ ഉണ്ടാക്കണ്ടല്ലോ. നമ്മൾ ഡിജിറ്റൽ ആയിട്ട് ഈ ഡാറ്റ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മളിത് കൾമിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ പോലെ. ഓക്കെ, ഇത് അത് ഡിജിറ്റൽ ആക്കണോ എഴുതണോ എന്നുള്ളത് ഓരോ ലൈക്ക് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ചില ആൾക്കാർ ഡിജിറ്റൽ കംഫർട്ടബിൾ ആയിരിക്കും, ചിലത് എല്ലായിരിക്കും. നമ്മളിത് ഫുള്ള് ഡിജിറ്റൽ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോട്ട് എഴുതുന്ന, ഇനി എപ്പോഴും പ്രിലിംസ് കഴിഞ്ഞ സമയത്ത് നോട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. ബട്ട് ഈ ഡേറ്റ ഒന്ന് കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതും ഇത് പഠിക്കുക എന്നുള്ളതും നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് ചില ആൾക്കാർക്ക് ഡിജിറ്റൽ കംഫർട്ടബിൾ ആയില്ല, അങ്ങനെ എഴുതിക്കോട്ടെ. ഓക്കെ, ഇനി ഡൈനാമിക് ആയ കാര്യം എന്ന് പറയുന്നു, അതായത് നമുക്ക് മെയിൻസിന് വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങൾ വെൻ യു ആർ റൈറ്റിംഗ് 2026 മെയിൻസ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ടൈം പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് UPSC ചോദിക്കുക. സോ അതിനനുസരിച്ച് അപ്പോൾ നമുക്ക് കുറച്ച് പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്. പക്ഷേ അതിനൊരു ബാക്ക് സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ നോട്ട് എന്ന് പറയുന്നത്. പൊതുവെ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന്റെ പരിപാടി തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മാസം 1.5 മാസം ഈ നോട്ട് മേക്കിങ്ങും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. അങ്ങനെ ലൈക്ക് പഠിക്കുന്ന സമയം അപ്പൊ കുറവായിരിക്കും, റൈറ്റിംഗ് ടൈമും കുറവായിരിക്കും. വാട്ട് വി വോണ്ട് ടു ഡു ഈസ് നമ്മൾ ആ ടൈം പീരീഡിൽ തന്നെ നമുക്ക് റൈറ്റിംഗും അതേപോലെ തന്നെ പഠിക്കലും നടക്കണം. ഓക്കെ, ആ ഫൈനൽ ഒരു എന്താ പറയാ ഒരു കൾമിനേഷൻ മാത്രമേ ആ ടൈം പീരീഡ് നടത്തുവാൻ പാടുള്ളൂ. സോ അതുകൊണ്ട് ഇത് ഡിജിറ്റലാക്കി ഉണ്ടാക്കി വെച്ചാലും മതി, പക്ഷെ അതൊന്ന് ഉണ്ടാക്കി വെക്കണം, അത് റിവൈസ് ചെയ്യാൻ പറ്റണം. ദാറ്റ്സ് ഇറ്റ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ വി ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതിനുശേഷം വരുന്നത്
population and associated issue, poverty and development issue. Population associated issue, poverty and development issue. So in dealing with socio-economic issues of development, what kind of collaboration between government and NGO private sector would be most productive എന്നാണ് പറയുന്നത്. ഇത് basically it's regarding development issue. Child cuddling is now being replaced by mobile phones. ഇതൊരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ലൈക്ക് നമുക്ക് പോസ്റ്റ് കോവിഡ് ടൈം പീരീഡിൽ വന്ന മൊബൈൽ ഫോണിന്റെ ഇതിൽ നിന്നും എങ്ങനെ ചൈൽഡ് കഡ്ലിംഗ് എങ്ങനെ മൊബൈൽ ഫോണുമായി റീപ്ലേസ്ഡ് ആവുന്നു. Then discuss the main objective of population education and point out the measures to achieve them in India. Population education objective എന്തായിരിക്കണം, അത് അതിന്റെ point out the measures to achieve details in India. Then COVID-19 pandemic accelerated class inequalities and poverty in India. COVID-19 pandemic എങ്ങനെ ക്ലാസ് ഇനീക്വാലിറ്റീസും പോവർട്ടിയും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ഈ ടോപ്പിക് കാണുമ്പോഴും ബേസിക്കലി പോപ്പുലേഷൻ റിലേറ്റഡ് ആകപ്പെട്ട 2 ചോദ്യങ്ങൾ ഈ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഉള്ളത് ആക്ച്വലി കുറച്ച് ജനറൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യങ്ങൾ പോലെയാണ്, സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ് റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്. അതായത് NGO പ്രൈവറ്റ് സെക്ടർ ആയിട്ട് എങ്ങനെ നമുക്ക് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് മുമ്പത്തെ വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഹാഡ് ക്വസ്റ്റ്യൻസ് ഫ്രം പോപ്പുലേഷൻ. സോ പോപ്പുലേഷനെ പറ്റി വി ഷുഡ് ബി ഹാവിംഗ് ബേസിക് നോട്ട്സ്, കുറച്ച് ബേസിക് നോട്ട്സ് ഉണ്ടാക്കണം. അതിനുശേഷം ഈ കാര്യത്തിലേക്ക് വരാം. സോ പോപ്പുലേഷനെ പറ്റി ബേസിക്കലി ഉണ്ടാക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ആസ് ഓഫ് നൗ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും അത് കുറച്ച് ഡേറ്റ കുറച്ച് എഴുതി വെക്കണം, ഡേറ്റ റിപ്പോർട്ട്സ് എഴുതി വെക്കണം. സോ പോപ്പുലേഷൻ ട്രെൻഡ്സ് ഇൻ ഇന്ത്യ നമ്മൾ എഴുതി വെക്കണം. പോപ്പുലേഷൻ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദി കറന്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ കമ്പയർ ടു ബോട്ടം, ഇന്ത്യക്ക് താഴെ വരുന്ന 2-3 രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രത്തോളം കിടക്കുന്നു, വാട്ട് ഇസ് ദി പെർസെന്റേജ് ഓഫ് ചൈൽഡ് പോപ്പുലേഷൻ, വിമൻ പോപ്പുലേഷൻ, ഓൾഡ് ഏജ് പോപ്പുലേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കണം. ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണ് കിടക്കുന്നത്, വാട്ട് ഇസ് ദ ഫ്യൂച്ചർ ഫോർകാസ്റ്റ്, മേ ബി 2050 ആകുമ്പോഴേക്കും എന്തായിരിക്കും, 2100 ആകുമ്പോഴേക്കും എന്തായിരിക്കും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കണം. ഈ കണക്കിൽ പോപ്പുലേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും, വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് കറന്റ് ട്രെൻഡ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇനി പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് ഓവർ പോപ്പുലേഷന്റെ കോസസ്, വാട്ട് ആർ ദി കോസസ് ഓഫ് ഓവർ പോപ്പുലേഷൻ, വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ഓവർ പോപ്പുലേഷൻ. ഇന്ത്യയിൽ ഓവർ പോപ്പുലേഷന്റെ കോസസ് എന്തൊക്കെയാണ്, എഫക്ട്സ് എന്തൊക്കെയാണ്. അപ്പൊ ഈ കോസസ് ഒക്കെ ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ പറയും ലാക്ക് ഓഫ് അവയർനെസ്, അങ്ങനെ കാര്യങ്ങൾ പറയും. അതല്ല, സ്പെസിഫിക് ആയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയുവാൻ പറ്റണം. ഓക്കെ, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടാനുള്ള ലൈക്ക് സ്പെസിഫിക് ആയ കാര്യങ്ങൾ നമുക്ക് പലതും പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ ലാക്ക് ഓഫ് അവയർനെസ് ഒക്കെ ആണെങ്കിൽ കൂടി നമുക്ക് പറയാം, ലൈക്ക് ഫോർ എക്സാമ്പിൾ കോൺട്രസെപ്റ്റീവ് മെഷേഴ്സിന്റെ ഇല്ലായ്മ, അല്ലെങ്കിൽ സൺ മെറ്റാ പ്രിഫറൻസ്, അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് കൊടുക്കാം. കീവേഡ് വെച്ചിട്ട് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് അത് എഴുതണം. ദെൻ ഹൗ പോപ്പുലേഷൻ അഫക്ട്സ് or what is the relation between population and education, relation between population and poverty, population and rural urban divide. പോപ്പുലേഷനും എഡ്യൂക്കേഷൻ തമ്മിലുള്ള ബന്ധം, അതായത് പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ട് എഡ്യൂക്കേഷൻ എങ്ങനെ നന്നാവും, എങ്ങനെ മോശമാവും, പോപ്പുലേഷൻ കാരണം പോവർട്ടി കൂടുമോ കുറയുമോ. ഓക്കെ, ദെൻ റൂറൽ അർബൻ ഡിവൈഡ്, അതായത് UPSC ഒരു വർഷം ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ചോദിച്ചത് കാര്യമാണ്, പോപ്പുലേഷന് കാരണം പോവർട്ടിയും പോവർട്ടി കാരണം പോപ്പുലേഷനുമാണെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. പോപ്പുലേഷൻ കാരണം പോവർട്ടിയും പോവർട്ടി കാരണം പോപ്പുലേഷൻ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. സോ ആ രീതിയിലൊക്കെ ചോദിക്കാം. സോ പോപ്പുലേഷൻ ആൻഡ് പോവർട്ടി റിലേഷൻസ് കുറച്ച് പോയിന്റ് എഴുതിയിരിക്കുക. ദെൻ പോപ്പുലേഷൻ ഏജിങ് ഇൻ ഇന്ത്യ. പോപ്പുലേഷൻ ഏജിങ് കറന്റ് നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വെൻ വി ആർ ഓൺ ദി വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഏജിങ് വരുമ്പോൾ എങ്ങനെയാണ്. ദെൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വരുന്നത്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ, ചലഞ്ചസ് എന്തൊക്കെ. ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസീസ്, ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് പോപ്പുലേഷൻ പോളിസീസ് എന്തൊക്കെ, ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെ. Then population control measures. What are the different population control measures? Okay, ഈ കാര്യങ്ങളാണ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ടത്. Then we need to see regarding poverty and development issues. പോവേർട്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ GS2 ഓൾറെഡി നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് അത് സ്ട്രെസ് ചെയ്ത് പറയാവുന്നത്. കാരണം നമ്മൾ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതാണ്. GS2 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോവർട്ടിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്, we need to have a note regarding collaboration of NGO, government and private sector, okay, in socio-economic development. Socio-economic development government initiatives നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടാവും. ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സിന് ആ ഗ്യാപ്സ് എന്താ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടാവും. അതിലേക്ക് NGO അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിനെ എത്രത്തോളം ഇൻവോൾവ് ചെയ്യിക്കാം എന്നുള്ള കാര്യവും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, then child cuddling is now replaced by mobile phone എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി അതിന് നമുക്ക് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ആ ടൈമിൽ കുറച്ച് എഴുതേണ്ട കാര്യങ്ങളാണ്. ചൈൽഡുമായി ബന്ധപ്പെട്ട നോട്ട്സ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ചൈൽഡിൽ നിന്ന് ലൈക്ക് ബേസിക്കലി വി നീഡ് ടു മേക്ക് സം മൊബൈൽ ഫോൺ ലിങ്ക് ചെയ്ത് എഴുതുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, then we have urbanization, their policies and remedies.
Does urbanization lead to more segregation and or marginalization of the poor or Indian metropolis? How is the growth of tier 2 cities related to the rise of new middle class with the emphasis of culture of consumption? What are main socio-economic implications arising out of development of IT industries in various major cities to India? Account for huge flooding of million cities in India, including the smart one like Hyderabad and Pune. So, ഇവിടെ ഈ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ 3 ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തോന്നും അർബനൈസേഷൻ, ടയർ 2 സിറ്റീസ്, IT ഇൻഡസ്ട്രീസ്, ഈ 3ന്റെയും തീം സെയിം ആണ്. തീം സെയിം ഇൻ സെൻസ് 3ലും ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ അർബനൈസേഷൻ ഓരോ സ്ഥലത്തെ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് അർബനൈസേഷൻ ഓരോ സ്ഥലത്തെയും സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നോക്കൂ, how does the growth of tier 2 cities related to new middle class with an emphasis of the culture of consumption? എങ്ങനെയാണ് അത് ന്യൂ മിഡിൽ ക്ലാസ് ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് IT ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ? അർബനൈസേഷൻ എങ്ങനെ മാർജിനൈസേഷൻ ഓഫ് ദി പൂറിന് കാരണമാകുന്നു? അപ്പൊ അർബനൈസേഷന്റെ എഫക്ട് ഓൺ സൊസൈറ്റി, ഓൺ ഓർ ദി സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ, അതാണ് ഇവിടെ മേജർലി ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത്. ദെൻ അർബൻ ഫ്ലഡിങ്ങിനെയും പറ്റി ചോദിക്കുന്നത്. അപ്പൊ അർബനൈസേഷനെ പറ്റി ഹൗ ടു അപ്രോച്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻ അർബനൈസേഷൻ we need to start with what is urbanization, എന്താണ് അതിന്റെ ഡെഫിനിഷൻ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ്, കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ട്രെൻഡ്സ് എന്താണ്. വി നീഡ് ടു മേക്ക് ഡാറ്റ. അർബനൈസേഷനെ പറ്റി ഡാറ്റ ഉണ്ടാക്കണം. എന്താണ് അതിന്റെ ഡെഫിനിഷൻ, കറന്റ് സ്റ്റാറ്റസ് എന്താണ്, ട്രെൻഡ് എന്താണ്. ദെൻ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് അർബനൈസേഷൻ, എന്താണ് അർബനൈസേഷൻ ഉണ്ടാവാനുള്ള കാരണം, അതിനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ. എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ട്രേഡ് ഇൻഡസ്ട്രി ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഉണ്ട്. ദെൻ സോഷ്യൽ എഫക്ട്സ് ഓഫ് അർബനൈസേഷൻ, അതായത് അർബനൈസേഷന്റെ ഇമ്പാക്ട് ഓൺ ഫാമിലി ആൻഡ് കിൻഷിപ്പ്, caste system, urbanization impact on women, children and old age, marginalized section and poor. Okay, എങ്ങനെയാണ് urbanization marginalized section ഇമ്പാക്ട് ചെയ്യുന്നത്? അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. Does marginalization lead to more segregation or marginalization of the poor in the Indian metropolis എന്ന് പറയുന്നത്. Okay, so എങ്ങനെ how urbanization is having effect on other communities അല്ലെങ്കിൽ or different communities. Then എന്താണ് ഇന്ത്യൻ അർബനൈസേഷന്റെ പ്രോബ്ലംസ്, ഇഷ്യൂസ്, ചലഞ്ചസ്? വാട്ട് ആർ ദി പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യൻ അർബനൈസേഷൻ? ഏറ്റവും മേജർലി നമ്മൾ പറയും അൺപ്ലാൻഡ് അർബനൈസേഷൻ ആണ്, ഇൻആഡിക്വേറ്റ് ഫെസിലിറ്റീസ് ആണ്, നമുക്ക് കൃത്യമായ ഫെസിലിറ്റീസ് ഇല്ല, സ്ലംസ് ഒരു മേജർ ഇഷ്യൂ ആണ്, ട്രാഫിക് ആൻഡ് ട്രാൻസ്പോർട്ട്, അത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്, ഡ്രിങ്കിങ് വാട്ടർ സാനിറ്റേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, പൊല്യൂഷൻ, അർബൻ ഫ്ലഡിങ് ഒരു കാലം വരെ സ്ഥിരമായി ഉണ്ടായിരുന്നതാണ്, റൂറൽ അർബൻ ഡിവൈഡ്. അപ്പൊ ഇത്തരത്തിൽ പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് റിലേറ്റഡ് ടു അർബനൈസേഷൻ, ഇതിനെല്ലാത്തിനെയും പറ്റി മേക്ക് 5 പോയിന്റ്സ് with some data എഴുതി വെക്കുക. Then we need to see regarding government initiatives and programs. Urbanization ബന്ധപ്പെട്ട് government initiatives for smart city program, Amrit scheme polar program. What are the way forward? What are the best case models? Best case models എന്ന് പറഞ്ഞാൽ അർബനൈസേഷനുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ, ഇപ്പൊ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബെസ്റ്റ് കേസ് മോഡൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സാംസ് ഉണ്ടെങ്കിൽ അതും. Okay, so ഇത്രയും കാര്യങ്ങൾ like if you are having a note on these topics, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ we will be able to write. Okay, ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. എക്സാക്ട്ലി ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ റെഡിമെയ്ഡ് വെച്ച് പഠിക്കുന്ന പ്രോസസ് അല്ല, അത് ആക്ച്വലി ഇമ്പോസിബിൾ ആണ്. പക്ഷേ സ്ഥിരമായി ചോദിക്കുന്ന തീം ബേസ്ഡ് നോട്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോർ തീമിനെ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, that's why അതാണ് നമ്മൾ ഈ നോട്ട് മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ദാറ്റ്സ് ഹൗ നമ്മുടെ മാർക്ക് കൂടി വരിക. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എഫക്ട്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിലെ ഗ്ലോബലൈസേഷന്റെ എഫക്ട്. സോ ഗ്ലോബലൈസേഷൻ ഹാസ് ഇൻക്രീസ്ഡ് അർബൻ മൈഗ്രേഷൻ. ഗ്ലോബലൈസേഷൻ ആൻഡ് മൈഗ്രേഷനെ പറ്റിയ ചോദ്യം. ഗ്ലോബലൈസേഷൻ പുതിയ ടെക്നോളജിയെ പറ്റിയൊരു ചോദ്യം. വർക്ക് ഫ്രം ഹോമിനെ കൾച്ചറിനെ പറ്റിയൊരു ചോദ്യം. ദെൻ ഗ്ലോബലൈസേഷൻ ഡൈവേഴ്സിറ്റി എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം. അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഗ്ലോബലൈസേഷൻ വേരിയസ് കമ്മ്യൂണിറ്റീസിലും ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാക്കിയ ഇമ്പാക്റ്റുകളെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഗ്ലോബലൈസേഷനെ പറ്റി എങ്ങനെയാണ് നമ്മൾ നോട്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഗ്ലോബലൈസേഷനിൽ ഇമ്പോർട്ടന്റ് കീ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ഡെഫിനിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ലേറ്റസ്റ്റ് ഗ്ലോബലൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്ത ലേറ്റസ്റ്റ് ഫാക്ടേഴ്സ് നോക്കി വെക്കുക. ഫോർ എക്സാമ്പിൾ സോഷ്യൽ മീഡിയ ആവാം, അങ്ങനെ ലേറ്റസ്റ്റ് ഫാക്ടേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക. Then we need to make note on impact of globalization. Okay, impact of globalization. എവിടൊക്കെ? വിമണില്, ചിൽഡ്രൻ, ഓൾഡ് ഏജ്, യൂത്ത്, മാർജിനലൈസ്ഡ് സെക്ഷൻസ്, ട്രൈബ്സ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെ പല പല സെക്ഷൻസിൽ ഗ്ലോബലൈസേഷൻ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു? വിമൺ, ചിൽഡ്രൻ, ഓൾഡ് ഏജ്, യൂത്ത്, മാർജിനലൈസ്ഡ് സെക്ഷൻ, ട്രൈബ്സ്, ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് കൊടുക്കുന്ന പോയിന്റ്സ് ഉണ്ടാവും. ബട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. Then institutions globalization എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു? ഫോർ എക്സാമ്പിൾ മാരേജ് ആൻഡ് ഫാമിലി, ഗ്ലോബലൈസേഷൻ ആൻഡ് ഫാമിലി, ഗ്ലോബലൈസേഷൻ ആൻഡ് കാസ്റ്റ് സിസ്റ്റം, റിലീജിയൻ, മീഡിയ, മിഡിൽ ക്ലാസ്, മൈഗ്രേഷൻ, ഗ്ലോബലൈസേഷനും മൈഗ്രേഷൻ.
Then globalization and homogeneity of India. Globalization and pluralism of India. India's diversity and globalization affect ചെയ്യുന്നു. Then India globalization cultural revival. Okay, then globalization of diversity. അപ്പോൾ ഇങ്ങനെ ഗ്ലോബലൈസേഷന്റെ പല പല കാര്യങ്ങളിലുള്ള ഇമ്പാക്ട് അറ്റ്ലീസ്റ്റ് ദീസ് മച്ച് ഓഫ് ടോപ്പിക്സിനെ പറ്റിയിട്ട് ഹാവ് സം സോളിഡ് പോയിന്റ്സ്. ആ സോളിഡ് പോയിന്റ്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ള ചെയ്യേണ്ടത്. റെഫർ ചെയ്യുക, എഴുതി വെക്കുക, നോട്ട് ചെയ്യുക, റെഫർ ചെയ്യുക, നോട്ട് ചെയ്യുക. യു മേ റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ മേക്ക് എ ഡിജിറ്റൽ നോട്ട്. ദെൻ ഒരു കാര്യം കൂടെ നോക്കണം, രണ്ട് കാര്യം നോക്കണം. അതിലൊന്നാണ് സ്കോപ്പ് ഓഫ് ഗ്ലോബലൈസേഷൻ. സ്കോപ്പ് ഓഫ് ഗ്ലോബലൈസേഷൻ കാര്യം നോക്കണം. അതായത് ഗ്ലോബലൈസേഷൻ കാരണം ടെക്നോളജിയുടെ ഇംപ്രൂവ്മെന്റ് എങ്ങനെ, എംപ്ലോയ്മെന്റിൽ ഗ്ലോബലൈസേഷൻ തരുന്ന സ്കോപ്പ് എന്തൊക്കെ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ലൈഫ് സ്റ്റൈൽ പോലുള്ള ഡിഫറെന്റ് സെക്ടേഴ്സിൽ ഗ്ലോബലൈസേഷൻ കാരണമുള്ള സ്കോപ്പ്, അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെ. ദെൻ ഒരു കാര്യം കൂടി, ഗ്ലോബലൈസേഷൻ ആൻഡ് ഫോർവേഡ്. ഗ്ലോബലൈസേഷനും ഫോർവേഡ്. അപ്പൊ ഈ രീതിയിൽ ഈ തീംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് വി ഷുഡ് ബി മേക്കിംഗ് സം പോയിന്റ്സ്. ഓക്കെ, ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് നോട്ട് എഴുതി വെക്കുന്ന പോലെ തോന്നല്ലേ? ലൈക്ക് ഓരോ സെക്ഷൻസിനും എടുക്കുക, ഓരോന്നിനും ഓരോ പേജിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. നോട്ട് മേക്കിംഗ് ഷുഡ് ബി ഡൺ ക്വിക്ലി. നമ്മൾ ഒരുപാട് ടൈം എടുത്ത് നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്ത് അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടാൻ പോയിന്റ്സ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബട്ട് അതൊന്നും നിങ്ങൾ ചെറുതാക്കി എഴുതി വെച്ച് അത് റിവൈസ് ചെയ്യാൻ എളുപ്പത്തിലാക്കി വെക്കുക എന്നുള്ളത് ചെയ്യേണ്ടത്. ഡീറ്റെയിൽ നോട്ട് അല്ല വേണ്ടത്. ഓക്കെ, ദെൻ വി ഹാവ് ക്വസ്റ്റ്യൻസ് ഫ്രം റീജിയണലിസം, സെക്യുലറിസം, കമ്മ്യൂണിസം. ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ് ഈ ഭാഗത്ത് നിന്ന്. ലൈക്ക് വളരെ കുറവാണ് ഇപ്പൊ ചോദിക്കാറുള്ളൂ. ലൈക്ക് 2020 റീജിയണലിസത്തിൽ ലാസ്റ്റ് ചോദിച്ചത്, 5 കൊല്ലമായി. Regionalism in India appears to be a consequence of rising cultural assertiveness, argue. Then 2023 കമ്മ്യൂണിസത്തെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. സെക്യുലറിസത്തെ പറ്റി 2020 ഉണ്ടായിരുന്നു. ദെൻ അതിന് മുമ്പൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അത് ലൈക്ക് മേ ബി ഒരു 2 years 3 year ഒക്കെ കൂടുമ്പോൾ ഒരിക്കൽ എന്ന രീതിയിലാണ് ഈ 3 ടോപ്പിക് എന്ന് വരുന്നത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീജിയണലിസം എന്നാൽ എന്ത്, സെക്യുലറിസം എന്നാൽ എന്ത്, കമ്മ്യൂണിസം എന്നാൽ എന്ത്. ഈ 3 ടേമിന്റെയും എക്സാക്ട് ഡെഫിനിഷൻ എന്താണ് സംഭവം എന്ന് കൃത്യമായി മനസ്സിലാകും. സെക്യുലറിസം കുറെ കാര്യങ്ങൾ നമ്മൾ പൊളിറ്റിയിൽ പറയുന്നുണ്ടാവും, എന്നാലും ലൈക്ക് വാട്ട് ഈസ് ബേസിക്കലി റീജിയണലിസം, വാട്ട് ഈസ് സെക്യുലറിസം, വാട്ട് ഈസ് കമ്മ്യൂണിസം, ദാറ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നോക്കുക. റീജിയണലിസം എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് സെൻസ് ഓഫ് ലൈക്ക് എന്റെ റീജിയൻ ആണ് എനിക്ക് മറ്റ് രാജ്യത്തെക്കാളും മറ്റ് ഫീലിങ്ങിനൊക്കെ വലുത് എന്ന് പറയുന്നതാണ് റീജിയണലിസം. സോ റീജിയണലിസത്തിൽ നമ്മൾ വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഓഫ് റീജിയണലിസം, റീജിയണലിസത്തിന്റെ ടൈപ്സ് എന്തൊക്കെ, എന്താണ് റീജിയണലിസത്തിന്റെ റീസൺ, എന്താണ് അതിന്റെ ഇമ്പാക്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ക്യാരക്ടേഴ്സ് എന്തൊക്കെ, ടൈപ്സ് എന്തൊക്കെ, റീജിയൻസ് എന്തൊക്കെ, ഇമ്പാക്ട് എന്തൊക്കെ. റീജിയണലിസം വേഴ്സസ് നാഷണൽ ഇന്റഗ്രേഷൻ. ഈ തീംസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. റീജിയൻസ് എന്ന് പറഞ്ഞാൽ റീജിയൻ ആണ് വലുതെന്ന് പറയുന്നുണ്ടല്ലോ, അത് നാഷണൽ ഇന്റഗ്രേഷൻ എങ്ങനെ ബാധിക്കും. ദെൻ റീജിയണലിസം വേഴ്സസ് ഫെഡറലിസം, എങ്ങനെ ഫെഡറലിസം റീജിയണലിസമായി കണക്ട് ചെയ്യാം. ദെൻ റീജിയണലിസം വിത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപാട് റീജിയൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യുക, UPSC നോക്കിയാൽ യു ഗെറ്റ് സം ആർട്ടിക്കിൾസ്, മേക്ക് സം പോയിന്റ്സ്, ഒരു 5.6 പോയിന്റ്. ദെൻ സെക്യുലറിസം. സെക്യുലറിസത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ വേഴ്സസ് വെസ്റ്റേൺ സെക്യുലറിസം. സെക്യുലറിസം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഇന്ത്യൻ സെക്യുലറിസം, വെസ്റ്റേൺ സെക്യുലറിസം, നമ്മുടെ ഡിഫറൻസസ് എന്തൊക്കെ. ദെൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. റീസെന്റ് ഇഷ്യൂസ്, സെക്യുലറിസവുമായി ബന്ധപ്പെട്ട റീസെന്റ് ഇഷ്യൂസ് കുറച്ച് നോട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ശബരിമല ഇഷ്യൂസ് പോലുള്ള ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസെന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത്. ദെൻ വാട്ട് ആർ ദി ത്രെറ്റ്സ് ടു ഇന്ത്യൻ സെക്യുലറിസം. ഇന്ത്യൻ സെക്യുലറിസം ത്രെറ്റ് എന്തൊക്കെ. ദെൻ യൂണിവേഴ്സൽ സിവിൽ കോഡ്, UCC, how it is going to affect secularism of India. Then communalism, same പോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസം എന്ത്, പ്രാക്ടീസ് എന്തൊക്കെ, ടൈപ്സ് എന്തൊക്കെ, കമ്മ്യൂണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ലൈക്ക് റീസെന്റ് വന്ന കമ്മ്യൂണൽ ഇഷ്യൂസിന്റെ കുറച്ച് എക്സാമ്പിൾസ്, മെഷേഴ്സ് ടു കൺസേർവ് കമ്മ്യൂണിസം. ഓക്കെ, ഇത് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് വരുന്ന കുറവാണ്. മനസ്സിലാക്കി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോദ്യം വന്നാലും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ലൈക്ക് ഈ ഭാഗത്ത് നിന്ന് വരണം. നമ്മൾ ഫസ്റ്റ് വിട്ടൊരു ടോപ്പിക് ഉണ്ട്, ദാറ്റ് ഇസ് റിഗാർഡിംഗ് ദി സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതും കൂടി നോക്കാം. Salient features of Indian society, basically they are asking, like നമ്മൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് എഴുതിയിരുന്നു, intercaste marriage between castes which have a socio-economic parity have increased to some extent, but this is less true of inter-religious marriages. Discuss. അപ്പോൾ മാരേജിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. Critically analyze the proposition that a higher correlation between India's cultural diversity and socio-economic marginalities. നമ്മുടെ socio-economic conditionും cultural diversity തമ്മിലുള്ള ബന്ധം. Do you think marriage as a sacrament is losing its value in modern India? Again, marriage. Caste identity, then diversity among tribal communities, then caste, region and religion, tribal knowledge, then continuity in traditional social values, then customs and traditions. അതും ബേസിക്കലി അത് തന്നെ. സോ ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വി ഗെറ്റ് റിഗാർഡിംഗ് ദി salient features of Indian society. അപ്പോ നമുക്ക് എന്തൊക്കെ ഇവിടുന്ന് നോട്ട് വേണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് എ ഐഡിയ റിഗാർഡിംഗ് ദി salient features of Indian society. അതിനെല്ലാം എക്സാമ്പിൾസ് വേണം.
ഇന്ത്യ സൈലന്റ് ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യ ഈസ് എ കൺട്രി വിത്ത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ വി ഹാവ് എ ബ്ലെൻഡ് ഓഫ് ട്രഡീഷണലിസം വേഴ്സസ് മോഡേണിസം എന്നൊക്കെ പറയും. അപ്പൊ ഈ ട്രഡീഷണലിസം വേഴ്സസ് മോഡേണിസം ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനൊക്കെ എക്സാമ്പിൾ കൊടുക്കാൻ പറ്റണം. വി ആർ ഹോൾഡിംഗ് എ ബാലൻസ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് സയൻസ്, അങ്ങനെയല്ലേ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യ ഇസ് ദി കൺട്രി ടു സെൻഡ് ദ ചീപ്പസ്റ്റ് മിഷൻ ടു മൂൺ. എന്നാൽ ആ മിഷന് മുൻപ് ലൈക്ക് നമ്മൾ യൂസ് ദി ലൈക്ക് മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഫോർ ദാറ്റ്. അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഗണപതി ഹോമവും തേങ്ങയോടക്കലും ISR സയന്റിസ്റ്റുകൾ ചെയ്യുന്നത് കണ്ടുണ്ടാവും. സോ വി ആർ എ ബ്ലെൻഡ് ഓഫ് ബോത്ത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ്, റിയൽ ലൈഫ് എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റിയ ദാറ്റ് വുഡ് ബി ഓൾസോ ഗുഡ്. ദെൻ എന്തൊക്കെ ഡൈവേഴ്സിറ്റീസ് ഉണ്ട്? ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി, കൾച്ചറൽ, റിലീജിയസ്, കാസ്റ്റ്, ട്രൈബൽ. ഇതിന്റെ കുറച്ച് ഡേറ്റ മേ ബി ഫ്രം സെൻസസോ എന്തെങ്കിലും ഒരു ഡേറ്റ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചാൽ ദാറ്റ് വുഡ് ബി ഗുഡ്. ദെൻ കാസ്റ്റ്, റിലീജിയൻ, മാരേജ്, ഫാമിലി. ഇത്രയും ടോപ്പിക്കിന് വി ക്യാൻ മേക്ക് ഒറ്റ ടെംപ്ലേറ്റിൽ നോട്ട് ഉണ്ടാക്കാം. കാസ്റ്റ്, റിലീജിയൻ, മാരേജ്, ഫാമിലിക്ക് വി ക്യാൻ മേക്ക് നോട്ട് ഫ്രം എ സിംഗിൾ ടെംപ്ലേറ്റ്. ഓക്കെ, എന്താണ് ഇവരുടെ റിജിഡിറ്റീസ്? റിജിഡിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബേസിക്കലി സ്ട്രോങ് ആയി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാറാതെ നിൽക്കുന്നത്. ദെൻ വാട്ട് ആർ ദി ചേഞ്ചസ് റീസെന്റ്ലി, കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് കാസ്റ്റ് സിസ്റ്റത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, റിലീജിയനിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, മാരേജിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഫാമിലിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെ, ഓർ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയാം. Then is it strengthening or weakening? Caste system ഇന്ത്യയിൽ strengthen ചെയ്യാണോ weaken ചെയ്യാണോ? Religion strengthen ചെയ്യാണോ weaken ചെയ്യാണോ? Marriage strengthen ചെയ്യാണോ weaken ചെയ്യാണോ? അതേപോലെ തന്നെ family institution strengthen ചെയ്യുവാണോ weaken ചെയ്യുവാണോ? അപ്പൊ ഇത്തരത്തിൽ is these things strengthening or weakening in India? Okay, അങ്ങനെ ചോദിക്കാം. So you need to see whether these things are strengthening or weakening in India. Then way forward. Okay, അതുമായി ബന്ധപ്പെട്ട് way forward. Then we should attend the threats to diversity in India. ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റിയിലെ ത്രെറ്റ്സ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് റീജിയൻസ് ഒക്കെ പറയാം. ദെൻ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദി ത്രെറ്റ്സ് ഫേസ്ഡ് ബൈ ദം, അവരുടെ ട്രഡീഷണൽ നോളജ്, കണ്ടിന്യൂറ്റി, എന്തുകൊണ്ട് ട്രൈബ്സ് ഒരു സെപ്പറേറ്റ് കാറ്റഗറിയെ കൺസിഡർ ചെയ്യണം, വാട്ട് ആർ ദി ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് ടു പ്രൊട്ടക്ട് ദം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലൈക്ക് ഇത്രയും കോൺടെക്സ്റ്റിൽ വി നീഡ് ടു മേക്ക് സം നോട്ട്സ്. ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണെന്ന്? സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ, ദെൻ റോൾ ഓഫ് വിമൻ ആൻഡ് വിമൻ ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ, ദെൻ population association value, poverty and developmental issue, then urbanization policies and remedies, then effect of globalization on Indian society, and regionalism, secularism and communalism. Okay, ഇത്രയും ടോപ്പിക്സിനാണ് നമുക്ക് നോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് നമുക്ക് 6 ദിവസം നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്. 6 ദിവസം കൊണ്ട് നമ്മൾ ഇത്രയും കാര്യം നോട്ട് ഉണ്ടാക്കും. അതിനുശേഷം നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ, നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് ഉണ്ടാക്കി നോട്ട് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പെർഫെക്റ്റ് ആകും എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആൻസർ എഴുതാൻ ലൈക്ക് ദർ ആർ സെവറൽ തിങ്സ് ദാറ്റ് മേക്സ് ആൻ ആൻസർ ഗുഡ് ആൻസർ. നമ്മൾ എഴുതുന്ന ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നുണ്ടോ, അതിന്റെ സ്ട്രക്ചർ കറക്റ്റ് ആണോ, അല്ലെങ്കിൽ അതിൽ നമ്മൾ കുറച്ചുകൂടി ഇന്നോവേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ, അപ്പൊ അല്ലെങ്കിൽ പോയിന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്ത് കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കുറെ ഫാക്ടേഴ്സും ഉണ്ട്. ഈ ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡെയിലി ആൻസർ റൈറ്റിംഗ് വന്ന പ്രോഗ്രാം വഴി അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഈ ടെസ്റ്റ് വഴിയൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് തരുമ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരേണ്ടത്. ആ ഇമ്പ്രൂവ്മെന്റ് വന്ന് മേ ബി ഒരു 2 months 3 months കഴിയുമ്പോൾ യു വിൽ റീച്ച് എ സ്റ്റേജ് ദാറ്റ് യു ക്യാൻ റൈറ്റ്. നിങ്ങൾക്ക് എന്തൊരു ടോപ്പിക്കിനെ പറ്റിയാലും കയ്യിലുള്ളത് വെച്ച് എഴുതാൻ പറ്റും എന്നൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അതാണ് നമ്മൾ എത്തേണ്ട സ്റ്റേജ്. അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ, ഈ പോയിന്റ്സ് ഫില്ല് ചെയ്യുമ്പോൾ ദാറ്റ് മേക്സ് ദിസ് ആൻസർ എ ബെറ്റർ ആൻസർ. നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ നല്ല അടിപൊളിയായിട്ട് വരുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പോഴും ലൈക്ക് ഈവൻ ദോ യു ഹാവ് സ്റ്റഡീഡ് ദിസ് പോയിന്റ്സ്, വെൻ യു റൈറ്റ് ദി ഫസ്റ്റ് 2, 3 or 4 ടെസ്റ്റ് യു വിൽ ബി സ്ട്രഗ്ലിംഗ് ടു റൈറ്റ്. കാരണം അതിന്റെ ഇപ്പുറത്തെ സൈഡിലുള്ള കാര്യങ്ങൾ, ആൻസർ സ്ട്രക്ചറിങ് പോലുള്ള കാര്യങ്ങൾ വി ആർ യെറ്റ് ടു മേക്ക് ഇറ്റ് എന്താ പറയാ, അതൊരു സെറ്റായി വരാനുള്ള ടൈം എന്തായാലും എടുക്കും. ഓക്കെ, ഇപ്പൊ സൊസൈറ്റിക്ക് നിങ്ങൾ ഒരു ഒറ്റ സിംഗിൾ മെറ്റീരിയൽ നോക്കി പഠിക്കേണ്ട. ഈ രീതിയിൽ ഞാൻ ഈ PDF എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ PDF തന്നിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിൽ ട്രൈ ടു മേക്ക് നോട്ട്. ഗൂഗിൾ ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, ആ നോട്ട് പഠിക്കുക. ഗൂഗിൾ ചെയ്യുക, നോട്ട് ഉണ്ടാക്കുക, നോട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര ടോപ്പിക്സ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? വി ആർ ഡിവൈഡഡ് ഇൻടു 1, 2, 3, 4, 5, 6. 6 ദിവസം 6 ടോപ്പിക്സ്. ഇതിൽ ബേസിക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി ഒക്കെ എഴുതാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷെ അത് ടൈം എന്ത് ചെയ്യാം, ഈ സെക്യുലറിസം പോലുള്ള കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് എടുക്കുക, അത് എഴുതുക, അതിന്റെ നോട്ട് ഉണ്ടാക്കുക, പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ പെയ്ഡ് മെന്റർഷിപ്പിൽ ജോയിൻ ചെയ്തവർക്ക് ഒരു പെർട്ടിക്കുലർ ചാപ്റ്റർ നോട്ട് ഉണ്ടാക്കി അത് ശരിയാണോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നോട്ട് ഉണ്ടാക്കിയത് ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കുക. നമ്മളൊന്ന് ലൈക്ക് വി വിൽ ഗിവ് ദ ഗൈഡൻസ്, അത് എത്രത്തോളം ശരിയാണ്, എത്രത്തോളം മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദി അപ്രോച്ച് ഫോർ ഇന്ത്യൻ സൊസൈറ്റി. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എന്താ ആരും മിണ്ടാത്ത? ഇല്ല, മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പോൾ ഈ PDF എന്തായാലും ഷെയർ ചെയ്യാം. ഇതേപോലെ നമ്മൾ ഓരോ സബ്ജക്ട്സും എടുത്തിട്ട് വി വിൽ ബി ബ്രേക്കിംഗ് ഡൗൺ PYQ ഇതേപോലെ സബ് ടോപ്പിക്സ് ആയിട്ട്, ആ സബ് ടോപ്പിക്സ് ആയിട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചു പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് ഹൗ വി ആർ ഗോയിങ് ടു കംപ്ലീറ്റ്. ഓക്കെ, സോ യു ക്യാൻ സ്റ്റാർട്ട്. ഇന്ന് തന്നെ നിങ്ങൾക്ക് ശരീരം നോട്ട്സ് ഓർത്ത് പരിപാടി തുടങ്ങാം. ഇത് ഐ വിൽ ഷെയർ വിത്തിൻ ലൈക്ക് 30 minutes. ഐ വിൽ ഷെയർ. ഓക്കെ, ക്യാൻ ഗോ ത്രൂ. Okay, everyone. Thank you. Bye-bye. All the best.